എടത്വയിൽ നിന്ന് അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗർഭിണിയായ ഭാര്യ ജീവനൊടുക്കിയ വിവരമറിഞ്ഞ് ദോഹയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ച യുവാവിനെ ബംഗളൂരുവിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടത്വ കൊടുപ്പുന്ന പുത്തൻവീട്ടിൽ PS സനുക്കുട്ടനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. സനുക്കുട്ടന്റെ ഭാര്യ ഹരീഷ്മയെ 2 ദിവസം മുൻപാണ് സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 മാസം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. തുടർന്ന് 1 മാസം മുൻപാണ് സനുക്കുട്ടൻ ജോലി ആവശ്യത്തിനായി വിദേശത്തേക്ക് പോയത്. 3 മാസം ഗർഭിണിയായിരുന്ന ഭാര്യ ഹരീഷ്മയുടെ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ ഉടൻ തന്നെ സനുക്കുട്ടൻ ദോഹയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. കണക്ഷൻ ഫ്ലൈറ്റിൽ ബംഗളൂരുവിൽ ഇറങ്ങി അവിടെ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് വീട്ടുകാരെ അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് സഹോദരനും ബന്ധുക്കളും നെടുമ്പാശ്ശേരിയിൽ കാത്തുനിന്നെങ്കിലും അദ്ദേഹം എത്തിയില്ല. തുടർന്ന് ബംഗളൂരു വിമാനത്താവള അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ സനുക്കുട്ടൻ അവിടെ വിമാനമിറങ്ങിയതായി സ്ഥിരീകരിച്ചു. എന്നാൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ ബന്ധുക്കൾ ബംഗളൂരുവിലെത്തി മലയാളി അസോസിയേഷന്റെയും പോലീസിന്റെയും സഹായം തേടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബംഗളൂരുവിലെ ഒരു ലോഡ്ജിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം പോലീസ് അറിയിക്കുന്നത്. ബന്ധുക്കളെത്തി മരിച്ചത് സനുക്കുട്ടൻ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഹരീഷ്മയുടെ സംസ്കാര ചടങ്ങുകൾ മാവേലിക്കരയിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.